ഹലോ. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ദിലീപിനെ കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു വേഷത്തിൽ കാണാൻ സാധിച്ച ഒരു സിനിമയാണെന്ന് പറയപ്പെടുന്നു. ഞാൻ കണ്ട സിനിമയാണ്. എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, സിനിമ ഇഷ്ടപ്പെട്ടു. ഒരേ ഒരു പരാതിയുള്ളൂ, ദിലീപിന് കുറച്ച് പ്രായം കൂടുതൽ തോന്നുന്നുണ്ടോ എന്നുള്ളൊരു പരാതി മാത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം ഫിനാൻഷ്യലി സക്സസ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/6/2025 അന്ന് വരെയുള്ള കണക്കുകളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇത് കോമൺ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ വിശ്വസനീയമായ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന റെക്കോർഡിക്കലായിട്ടുള്ള ഫിഗേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മളത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്തുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഡയറക്ടർ ബിൻഡോ സ്റ്റീഫനാണ്. റൈറ്റർ ഷരീസ് മുഹമ്മദ്. പ്രൊഡ്യൂസർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ. കോ പ്രൊഡ്യൂസർ ജസ്റ്റിൻ സ്റ്റീഫൻ. ലിസ്റ്റിൻ്റെ ബ്രദർ ആയിരിക്കാം അല്ലെങ്കിൽ ചേട്ടനായിരിക്കാം. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് നവീൻ പി തോമസ് ആണ്. സിനിമാറ്റോഗ്രാഫർ ഐ ഹാവ് നോ ഐഡിയ. എഡിറ്റർ ആയിരുന്നു സാഗർ ദാസ്. മ്യൂസിക് ഡയറക്ടർ സനൽ ദേവ്. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ കമ്പനി മാജിക് ഫ്രെയിംസ് ആണ്. ഡിസ്ട്രിബ്യൂട്ടറും മാജിക് ഫ്രെയിംസ് ആണ്. പിന്നെ മെയിൻ കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസ് ചാലക്കലായിട്ട് ദിലീപ് വരുന്നു. ചിഞ്ചു റാണി എന്ന് പറയുന്നത് റാണിയ റാണ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് വരുന്നു. ബേബി ചക്കാലക്കൽ എന്ന് പറയുന്നത് സിദ്ദിഖാണ്. പിന്നെ ജിൻസ് ചക്കാലക്കൽ എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ. ഓക്കെ. ജാൻസി ചക്കാനിക്കൽ എന്ന് പറയുന്നത് ബിന്ദു പണിക്കരാണ്. കെ എന്ന് പറയുന്നത് ജോണി ആൻ്റണി. സാഫിയ എന്ന് പറഞ്ഞിട്ട് മഞ്ജു പിള്ള വരുന്നു. അതുപോലെ തന്നെ മുസ്താഖ് എന്ന് പറയുന്നത് അശ്വിൻ ജോസ് ആണ്. അന്ന എന്ന് പറയുന്നത് മീനാക്ഷി മാധവി. ഷിൻസ് ചക്കാലിക്കൽ ജോസ് കുട്ടി ജോക്കബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മിനിസ്റ്റർ ജോസഫൈൻ ഉർവശി ആണ് ഒരു ക്യാമിയോ റോളിൽ വരുന്നത്. പോലീസ് ഓഫീസറായിട്ട് വിനീത് തട്ടിൽ ഡേവിഡ് ഉണ്ട്. നമ്മുടെ സ്വന്തം വിനീതേട്ടനാണ്, നമ്മുടെയൊക്കെ സീനിയറാണ്. ഓക്കെ. പിന്നെ റെന്യൂമറേഷനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിലീപിൻ്റെ റെന്യൂമറേഷൻ, ദിലീപ് ലീഡ് ആക്ടറാണ്. 1.5 കോടി അദ്ദേഹത്തിൻ്റെ ശമ്പളമായിട്ട് വാങ്ങിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ റാനിയ റാണ പുള്ളിക്കാരി ഒരു ന്യൂ കമറാണ്. ഒരു 20 ലക്ഷമാണ് പുള്ളിക്കാരിയുടെ റെന്യൂമറേഷൻ എന്ന് പറയുന്നു. സിദ്ദിഖ് ഒരു 15 ലക്ഷം മേടിച്ചിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ഒരു 15 ലക്ഷം മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിന്ദു പണിക്കർ ഒരു 10 ലക്ഷവും ജോണി ആൻ്റണി 10 ലക്ഷം, മഞ്ജു പിള്ളை 10 ലക്ഷം, അശ്വിൻ ജോസ് ഒരു 5 ലക്ഷം മേടിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരു 5 ലക്ഷം 3 ലക്ഷം ഒക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ടോട്ടൽ ആർട്ടിസ്റ്റിക് റെന്യൂമിനേഷൻ എന്ന് പറയുന്നത് 2,53 ലക്ഷമാണ്. എക്സ്പെൻസസ് ബ്രേക്ക് ഡൗൺ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ്പെൻസസ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ ഒരു 30 ലക്ഷം, അതായത് സ്ക്രിപ്റ്റിങ്ങും പ്ലാനിങ്ങിനും വേണ്ടിയിട്ട് ഒരു 30 ലക്ഷം അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,50 ലക്ഷമാണ് അവർ പറയപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവൈലബിൾ സോഴ്സസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് ഷൂട്ടിംഗ് സെറ്റ്, ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് അവർ ഒരു 60 ലക്ഷം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. എഡിറ്റിംഗ്, VFX, സൗണ്ട്, കളറിങ് ആൻഡ് ഗ്രേഡിംഗ് ഒക്കെ ആയിട്ട്. പിന്നെ ആർട്ടിസ്റ്റ് റെന്യൂമറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2,53 ലക്ഷമാണെന്നുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു 40 ലക്ഷം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് മാജിക് ഫ്രെയിംസ്. പിന്നെ ഒരു അതർ കോസ്റ്റ്, മിസ്ലേനിയസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു 20 ലക്ഷം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത് പടത്തിന് 6,53 ലക്ഷമാണ്. സോ ഇത് ആർട്ടിസ്റ്റിക് റെന്യൂമറേഷനും കൂട്ടിയിട്ടുള്ള ഒരു ഫിഗറാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,53 ലക്ഷമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റവന്യൂ ബ്രേക്ക് ഡൗൺ, അതായത് ഏത് സോഴ്സിൽ നിന്നൊക്കെയാണ് റവന്യൂ വന്നിട്ടുള്ളത്, അവർക്ക് ടോട്ടൽ എത്ര കളക്ഷൻ കിട്ടി എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കേരള തിയേറ്ററിക്കൽ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5,18 ഒഫീഷ്യൽ ഗ്രോസ് ആണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓവർസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 ലക്ഷമാണ്. ബേസ്ഡ് ഓൺ സിമിലർ ഫിലിംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ആണത്. ഓക്കെ. OTT ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ് ഇതുവരെ പോയിട്ടില്ല. അത് പോവുകയാണെങ്കിൽ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് വരാം ഒരു 2 കോടി രൂപയ്ക്കായിരിക്കും പോകുന്നത്. ഒരു സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കോടിക്ക് പോകും. ഓഡിയോ ഓർ മ്യൂസിക് റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 ലക്ഷം മുതൽ 50 ലക്ഷം വരയ്ക്കും പോകും. അപ്പോൾ ടോട്ടൽ റവന്യൂ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 9,18 അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഷെയർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിനകത്ത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയത് 5,18 ഡിസ്ട്രിബ്യൂഷൻ ഷെയർ വരുന്നത് ഒരു 50% വരും. അപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ കയ്യിലേക്ക് വരുന്നത് 2,59 ഓവർസീസ് തിയേറ്ററിക്കലിൽ ഒരു 30 ലക്ഷമാണ് കിട്ടിയതെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ കയ്യിലേക്ക് ഒരു 15 ലക്ഷം വരും. OTTയിൽ 2 കോടിയാണ് കിട്ടുന്നതെങ്കിൽ 2 കോടിയും പ്രൊഡ്യൂസറിൻ്റെ കയ്യിലേക്ക് വരും. അതുപോലെ തന്നെ സാറ്റലൈറ്റ് 1.5 ആണെങ്കിൽ 1.5 പ്രൊഡ്യൂസറിന് വരും. ഓഡിയോ ആൻഡ് മ്യൂസിക് ഒരു 20 ലക്ഷമാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രൊഡ്യൂസറിന് വരും. ടോട്ടൽ എക്സ്പെൻസസ് 9.18
ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ അതിനകത്ത് വരിക 2.74, അത് കഴിച്ചിട്ട് 6.44, അതായത് 6,44,00,000 ആയിരിക്കും പ്രൊഡ്യൂസറിന് കോസ്റ്റ് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഒരു സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് 6,53,00,000. ടോട്ടൽ റവന്യൂ ഇതുവരെ വന്നിരിക്കുന്നത് 9,18,00,000. ഇതൊരു എസ്റ്റിമേറ്റഡ് ആണ്, എക്സാക്റ്റ് ഫിഗർ അല്ല. അപ്പോൾ ഇതിനകത്തൊരു പ്രൊഡ്യൂസർ ഷെയർ വരുന്നത് 6,44,00,000. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ അതിൽ പോകുന്നത് 2,74,00,000. അപ്പോൾ ഒരു നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുമ്പോൾ സ്റ്റിൽ ഒരു 9,00,000 ലോസിലാണ് ലിസ്റ്റൻ സ്റ്റീഫൻ നിൽക്കുന്നത്. മേ ബി അവർ അതിൻ്റെ OTT ബാക്കി കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അവർ മാർക്കറ്റ് ചെയ്ത് അത് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പടം ഒരു ബ്രേക്ക് ഇവൺ ആയിരിക്കും. ദിലീപേട്ട, കം ബാക്ക്, വി ലവ് യു.